UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്ന രീതിയിലുള്ള ആശങ്കകൾക്ക് വിരാമം. സാധാരണക്കാർക്കുള്ള UPI ഇടപാടുകൾ പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതിക്ക് പിന്നാലെ UPI ഇടപാടുകൾക്ക് ബാങ്കുകളും പേയ്മെന്റ് കമ്പനികളും ഫീസ് ഈടാക്കാൻ പോകുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള കൈമാറ്റങ്ങൾക്കും സാധാരണ കടകളിൽ നടത്തുന്ന പേയ്മെന്റുകൾക്കും യാതൊരുവിധ ചാർജും ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിലുള്ള മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ചാർജുകൾ ഏർപ്പെടുത്തിയാൽ തന്നെ അതൊരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ചില പ്രത്യേക ബിസിനസ് ഇടപാടുകൾക്ക് മാത്രമായിരിക്കും. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളുടെ MDR നിരക്കുകളേക്കാൾ വളരെ കുറഞ്ഞ നിരക്കായിരിക്കും ഇതിന് ഈടാക്കുക. ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻമെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കിയ ശേഷം NPCAയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയായിരിക്കും ഇത്തരം ചാർജുകൾ വേണമോ എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. വിദേശരാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതെന്ന പ്രചാരണവും സർക്കാർ പൂർണ്ണമായും തള്ളി. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗം കൂടുതൽ സുസ്ഥിരവും നവീനവുമാക്കുക മാത്രമാണ് ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി.